ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിൽ സ്ഥിരമായിട്ട് എല്ലാവരും ചോദിക്കുന്ന കമൻസാണ്. അവരുടെ റാങ്കും റിസർവേഷനൊക്കെ പറഞ്ഞിട്ട് ഈ ബ്രാഞ്ച് കിട്ടുമോ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഡൗട്ടാണ്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ അത് കുസാറ്റിൻ്റെ വെബ്സൈറ്റിൽ നോക്കാനറിയാം, ചില ആൾക്കാർക്ക് അതറിയൂല. പിന്നെ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് എങ്ങനെയാണ് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നമുക്ക് കാറ്റഗറി കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലേന്ന് നമുക്കറിയാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ കയറി നമുക്ക് സെലക്ട് പ്രോഗ്രാമിംഗ് ഇയർ ഏത് വർഷത്തെയാണ് അറിയേണ്ടതെന്ന് വെച്ചാൽ അതും കൊടുക്കുക. അതുപോലെ തന്നെ കാറ്റഗറിയും കൊടുക്കുക. നിങ്ങൾക്ക് BTech ആണോ, MBA ആണോ, വൊക്കേഷണൽ ആണോ, അങ്ങനെ എന്തായാലും കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബ്രാഞ്ച് വൈസ്, അതായത് ഓരോ ബ്രാഞ്ച് BTechൻ്റെ സിവിൽ എഞ്ചിനീയറിംഗ്, നാവൽ ആർക്കിടെക്ചർ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അതിനകത്ത് ഓൾമോസ്റ്റ് അല്ല എല്ലാ ബ്രാഞ്ചസ് ഉണ്ടാവും. അതിൽ അവർ എത്രയൊക്കെ റാങ്ക് വരെ എടുത്തിട്ടുണ്ട് കാറ്റഗറി അനുസരിച്ചാണ് ഇതിലവർ കൊടുത്തേക്കണം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ ചെക്ക് ചെയ്താൽ മതി. നമുക്ക് ഏകദേശം റാങ്കൊക്കെ നമ്മുടെ റാങ്ക് അനുസരിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലേന്നൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 2 വർഷത്തെയാണ് കൊടുത്തിട്ടുള്ളത്, 2024-ലെയും 2025-ലെയും. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് കാണിച്ചേക്കണ റാങ്കിൻ്റെ ഡീറ്റെയിൽസ് അനുസരിച്ച് അധികം വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഒന്നങ്ങാടോ ഒന്നിങ്ങാടോ ആണ് കുറച്ച് മാറി മറിഞ്ഞൊക്കെ ഇരിക്കുള്ളൂ. അതായത് നമുക്ക് കിട്ടണ റാങ്ക് അനുസരിച്ചുള്ള ബ്രാഞ്ച് അധികം ഡിഫറൻസ് ഉണ്ടാവില്ല. എല്ലാ കാറ്റഗറി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കുക നമുക്ക് എങ്ങനെയാണ് കിട്ടാൻ ചാൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും ഞാൻ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. അതിൽ കയറി നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് ചെക്ക് ചെയ്ത് നമുക്ക് കൺഫേം ആക്കിയിരിക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ തരും. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലാണ് ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ.